സഹോദരന്മാരെ, സട്ടാവും പരിപാലകനുമായ റബ്ബിന്റെ നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി സൂക്ഷ്മാലുക്കളായി ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കണം, പ്രാർത്ഥിക്കണം എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു അവനേറെ ഇഷ്ടപ്പെടുന്ന അടിമകളുടെ കൂട്ടത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ സംഗമിക്കാൻ സൗഭാഗ്യം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെയും നമ്മുടെ കുടുംബത്തെയും ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊക്കെയും ക്ഷീണിതരാണ്, കൃത്യമായ ബോധ്യമുണ്ട്. വളരെ ചെറിയൊരു സമയം കൊണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ റമദാൻ മാസത്തിലെ 20 സുദിനങ്ങൾക്കപ്പുറത്ത് നമ്മെ തേടിയെത്തുന്ന ഏറ്റവും പവിത്രമായ 10 ദിനങ്ങൾ, ആ ദിനങ്ങൾ വളരെയധികം ഉപയോഗപ്പെടുത്തുവാൻ നമ്മളൊക്കെയും പള്ളികളിൽ വചനമിരിക്കാൻ തയ്യാറെടുത്തു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ചില ഓർമ്മപ്പെടുത്തലുകൾ അനിവാര്യമാണ് എന്നുള്ളത് കൊണ്ടാണ് ചില വിഷയങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്റേതായ സംസാരത്തിനപ്പുറത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്ന സ്വർഗപ്രവേശനത്തിന് നിദാനമായ ഏതാനും ചില വിഷയങ്ങൾ വളരെ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. മുഴുവൻ ആളുകളുടെയും ശ്രദ്ധ ക്ഷണിക്കുന്നു. വിശുദ്ധ ഇസ്ലാം മതത്തിലെ പവിത്രമായ ചില ഉച്ചാരണങ്ങളുണ്ട്, ചില ദിക്റുകളും ദുആകളും. ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരണമെങ്കിൽ നിർബന്ധമായും അയാളുടെ നാവ് കൊണ്ട്, ഹൃദയം കൊണ്ട് ഉച്ചരിക്കേണ്ടുന്ന 2 സാക്ഷ്യവചനങ്ങൾ. ആ വചനങ്ങൾ മനസ്സറിഞ്ഞ് ചൊല്ലുന്നത് സ്വർഗപ്രവേശനത്തിന് സാധ്യമാവുക കൂടി ചെയ്യും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഹദീസ് ഈ രൂപത്തിലാണ്: മൻ ഖാല അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു വഅന്ന ഈസാ അബ്ദുല്ലാഹ് വഇബ്നു അമതിഹി വകലിമതുഹു അൽഖാഹാ ഇലാ മറിയം വറൂഹും മിൻഹു വഅന്നൽ ജന്ന ഹഖ്ഖുൻ وأن النار حق أدخله الله من أي أبواب الجنة 8 شاء. അല്ലാഹു അല്ലാതെ യാതൊരു ആരാധ്യനില്ല എന്നും അവൻ ഏകനാണ് എന്നും അവന് യാതൊരു പങ്കുകാരില്ല എന്നും തീർച്ചയായും മുഹമ്മദ് അള്ളാഹുവിന്റെ ദൂതനും ദാസനുമാണ് എന്നും തീർച്ചയായും ഈസ അള്ളാഹുവിന്റെ ദാസനും അവന്റെ ദാസിയുടെ പുത്രനും മറിയമിലേക്ക് അവൻ ഇട്ടുകൊടുത്ത അവന്റെ വചനവും അവങ്കൽ നിന്നുള്ള ഒരു ആത്മാവുമാണെന്നും സ്വർഗം സത്യമാണെന്നും നരകം സത്യമാണെന്നും ഞാൻ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ സ്വർഗത്തിന്റെ 8 കവാടങ്ങൾ താൻ ഉദ്ദേശിക്കുന്നതിലൂടെ അള്ളാഹു അവന് സ്വർഗത്തിൽ പ്രവേശനം അനുവദിപ്പിക്കും എന്ന് മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ, 28-ാം നമ്പർ മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കും. അപ്പോൾ ഷഹാദത്ത് കലിമ എന്ന് പറഞ്ഞാൽ വെറും ഒരു ഉച്ചാരണം മാത്രമല്ല, അത് മനസ്സറിഞ്ഞ് ചൊല്ലുന്ന ഒരു മനുഷ്യന്, വിശ്വാസിക്ക് ലഭിക്കുന്ന നേട്ടത്തെ കുറിച്ചാണ് ഈ ഹദീസ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. രണ്ടാമത്തെ ഒരു വിഷയം, നമ്മളൊക്കെയും ജീവിതം മുഴുവൻ തൗഹീദിൽ കഴിച്ചുകൂട്ടിയ മരണനേരത്ത് ഉച്ചരിക്കുന്ന ഷഹാദത്ത് കലിമ, അതിനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസിലേക്കാണ് അടുത്തതായി നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഒരാളുടെ അവസാനത്തെ വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണെങ്കിൽ എന്നെങ്കിലും ഒരിക്കൽ അള്ളാഹു അയാളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും, തീർച്ചയായും. അതിനാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു വിഷയം, മരണാസന്നനായി കിടക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടാൽ അയാൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കുക. ലക്കിനു മൗതകും ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങളിൽ ആരെങ്കിലും മരണാസന്നനായി കിടക്കുമ്പോൾ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊടുക്കുക. മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. മൂന്നാമത്തൊരു വിഷയം, സമയം പരിമിതമായതുകൊണ്ടാണ് വിശദീകരണങ്ങളിലേക്ക് പോവാത്തത്. നമ്മൾ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടി ഹദീസുകൾ മാത്രം ഉദ്ധരിക്കുന്നു. മൂന്നാമത്തൊരു വിഷയം സയ്യിദുൽ ഇസ്തിഗ്ഫാറാണ്. ഇസ്തിഗ്ഫാറിന്റെ നേതാവ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനയാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ, അഥവാ പാപമോചനത്തിന്റെ പ്രാർത്ഥനയുടെ നേതാവ്.
ഈ പരിശുദ്ധ റമളാൻ മാസത്തിന്റെ മറ്റൊരു നാമമായി നമ്മൾ പഠിച്ചിട്ടുള്ളത് ഷഹ്റു തൗബ എന്ന പാപമോചനത്തിന്റെ മാസം എന്നുകൂടിയാണ്. ഈ മാസത്തിൽ പ്രത്യേകിച്ച് അവസാന 10 ആകുമ്പോൾ നമ്മൾ ചടഞ്ഞിരിക്കുന്ന വചനമിരിക്കുന്ന പള്ളികളിൽ നമുക്ക് സദാ ഉരുവിടാൻ അല്ലെങ്കിൽ നമ്മുടെ നാവുകളിൽ സ്ഫുടം ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള വാക്കുകൾ കൊണ്ടാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാറിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. അതിന്റെ വചനങ്ങൾ ഈ രൂപത്തിലാണ്: അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വഅന അബ്ദുക വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅത് അഊദു ബിക മിൻ ശർരി മാ സനഅത് അബൂഹു ലക ബിനിഅമതിക അലയ്യ വഅബൂഹു ബിദംബി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. നീയാണ് അല്ലാഹുവേ, നീയാണ് എന്റെ രക്ഷിതാവ്, നീയല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു, ഞാൻ നിന്റെ അടിമയാണ്. എന്റെ കഴിവിനനുസരിച്ച് നിന്നോടുള്ള വാഗ്ദത്വത്തിലും കരാറിലും അധിഷ്ഠിതനായാണ് ഞാൻ ജീവിക്കുന്നത്. ഞാൻ ചെയ്തു പോയ എല്ലാ തിന്മകളിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെയും ഞാൻ ചെയ്തു കൂട്ടുന്ന തിന്മകളെയും ഞാൻ ഏറ്റു സമ്മതിക്കുന്നു. അതുകൊണ്ട് നീ എനിക്ക് പൊറുത്തു തരയണമേ. തീർച്ചയായും നീയല്ലാതെ പാപങ്ങൾ വളരെയധികം പൊറുക്കുന്നവൻ ഇല്ല. ഇതാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. ഇതിന്റെ ശ്രേഷ്ഠതയെ കാണിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്ന മറ്റൊരു വചനമുണ്ട്: വമൻ ഖാലഹാ മിനൻ നഹാർ മൂഖിനം ബിഹാ. ആരെങ്കിലും ദൃഢമായ വിശ്വാസത്തോടെ, വെറുതെ ചൊല്ലലല്ല, മറിച്ച് ദൃഢമായ വിശ്വാസത്തോടു കൂടി അർത്ഥവും ആശയവും മനസ്സിലാക്കിക്കൊണ്ട് ഇതിനെ സത്യപ്പെടുത്തിക്കൊണ്ടും ഒരാൾ പകൽ സമയത്ത് ഇത് ചൊല്ലുകയും വൈകുന്നേരത്തിന് മുമ്പ് അയാൾ മരണപ്പെടുകയും ചെയ്താൽ ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, അയാൾ സ്വർഗാവകാശികളിൽ പെട്ടവനാണ്. മാത്രമല്ല, ഇനി ആരെങ്കിലും ഇതേ രൂപത്തിൽ വിശ്വാസത്തോടെ, ദൃഢമായ വിശ്വാസത്തോടു കൂടി രാത്രിയിൽ ഇത് പാരായണം ചെയ്താൽ പ്രഭാതത്തിന് മുമ്പായി അയാൾ മരണപ്പെട്ടാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാൻ. സയ്യിദുൽ ഇസ്തിഗ്ഫാർ പതിവാക്കുന്ന സത്യവിശ്വാസി ഏത് സമയത്ത് മരിച്ചാലും അയാൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും എന്നത് തന്നെയാണ് ഈ ഹദീസ് ഒക്കെയും നമ്മെ പഠിപ്പിക്കുന്നത്. നാലാമത്തെ ഒരു വിഷയം, നമ്മൾ സദാ ഉരുവിടുന്ന തക്ബീറും തസ്ബീഹും തഹ്ലീലും തഹ്മീദും, ഇതിന്റെ പ്രത്യേകത എന്താണ് നമ്മൾ അറിഞ്ഞുകൊണ്ട് ഉച്ചരിക്കണം. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ദിക്റുകളൊക്കെയും ഏറെ ശ്രേഷ്ഠമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച വിഷയമാണ്. അഹബ്ബുൽ കലാം ഇലല്ലാഹ് അർബഉൻ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ ലാ യദുറുക ബിഅയ്യിഹിന്ന ബദഅത. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള വചനങ്ങൾ 4 എണ്ണമാണ്. 1 സുബ്ഹാനല്ലാഹ്, 2 അൽഹംദുലില്ലാഹ്, 3 അല്ലാഹു അക്ബർ, 4 ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇവയിൽ ഏതുകൊണ്ട് ആരംഭിച്ചാലും നിനക്ക് പ്രശ്നമില്ല, നീ സ്വർഗസ്ഥനാണ്. മറ്റൊരു ഹദീസിൽ ഈ വചനങ്ങളെ ഉച്ചരിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ പവിത്രതയെ വർണ്ണിച്ചുകൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു വിഷയം: ലഖീതു ഇബ്രാഹിം ലൈലത ഉസ്രിയ ബി ഫഖാല യാ മുഹമ്മദ് അക്രി ഉമ്മതക മിന്നി സലാം. ഞാൻ ഇസ്രാഇന്റെ രാത്രിയിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടുമുട്ടി. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, മുഹമ്മദ്, താങ്കളുടെ സമുദായത്തോട് എന്റെ സലാം പറയുക, അവരോട് പറഞ്ഞേക്കുക, തീർച്ചയായും സ്വർഗം നല്ല മണ്ണാണ്, സ്വച്ഛമായ വെള്ളമാണ്, നിശ്ചയം അതിൽ വിശാലമാണ്, അതിലെ കൃഷിയാകട്ടെ, സ്വർഗത്തിലെ കൃഷിയാവട്ടെ, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ എന്നിവയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതായി, ഇസ്രാഇന്റെ രാത്രിയിൽ പഠിപ്പിച്ചു കൊടുക്കുന്നതായി ഹദീസുകളിൽ കൂടി വന്നിട്ടുള്ള വിഷയമാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വേറെയും ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. സുദീർഘമായ ഹദീസുകളാണ്. അത് ഈ രൂപത്തിലാണ് നമുക്കതിന്റെ ആശയങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കുക. 2 കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ 2 പ്രത്യേകതകൾ. ആ 2 കാര്യങ്ങളും ശ്രദ്ധിച്ചു പോരുന്ന മുസ്ലിമിന് സ്വർഗമുണ്ട് പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അത് വളരെ എളുപ്പമാണ്, പക്ഷേ അത് നിർവഹിക്കുന്നവർ വളരെ കുറവുമാണ്. ഓരോ നമസ്കാര ശേഷവും സുബ്ഹാനല്ലാഹ് എന്ന് പറയുക, അൽഹംദുലില്ലാഹ് എന്ന് പറയുക, അല്ലാഹു അക്ബർ എന്നും പറയുക. അപ്പോൾ അയാളുടെ നാവിൽ കൂടി ധാരാളം അള്ളാഹുവിന്റെ പ്രതിഫലം കരസ്ഥമാക്കാൻ സാധിക്കും. പിന്നെ അവൻ കിടക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് എന്ന് 33 തവണ, അൽഹംദുലില്ലാഹ് എന്ന് 33 തവണ,
അല്ലാഹു അക്ബർ എന്ന് 34 തവണ പറയുമ്പോൾ എണ്ണത്തിൽ 100 പ്രതിഫലത്തിൽ 1000 എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പോൾ സഹാബത്ത് ചോദിക്കുകയാണ്, പ്രവാചകരെ, ചെയ്യാൻ എളുപ്പമുണ്ടായിട്ടും അത് ചെയ്യുന്നവർ കുറവായിരിക്കുമെന്ന് താങ്കൾ പറയുവാൻ കാരണം എന്താണ്? നമ്മൾ ശ്രദ്ധിക്കുക, എന്തുകൊണ്ടാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു. നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് പിശാച് നിങ്ങളുടെ അടുത്തേക്ക് വരും. നിങ്ങളോട് അവൻ വേഗത്തിൽ ഉറങ്ങിക്കോ എന്ന് പറയും. അങ്ങനെ നിങ്ങൾ അത് ചൊല്ലാതെ ഉറങ്ങും. നിങ്ങൾ നമസ്കരിച്ചു കഴിഞ്ഞാൽ പിശാച് നിങ്ങളുടെ അടുത്തേക്ക് വരും. ആവശ്യങ്ങളെ, പല ഭൗതിക ആവശ്യങ്ങളെ കുറിച്ചും ഓർമ്മപ്പെടുത്തും. അങ്ങനെ അത് ചൊല്ലാതെ നിങ്ങൾ എഴുന്നേറ്റ് പോകും. അതുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടമാകുന്നത് സ്വർഗത്തിൽ പ്രവേശിക്കാൻ, വളരെ പെട്ടെന്ന് പ്രവേശിക്കാൻ അള്ളാഹു പഠിപ്പിച്ചു തന്ന, അവന്റെ പ്രവാചകനിലൂടെ അള്ളാഹു പഠിപ്പിച്ചു തന്ന അദ്കാറുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അഞ്ചാമത്തെ വിഷയം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ ഖാല സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി വഗരിസത് ലഹു നഖ്ലത്തുൻ ഫിൽ ജന്ന. ആരെങ്കിലും സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി എന്ന് ചൊല്ലിയാൽ അവന് സ്വർഗ്ഗത്തിൽ ഒരു ഈത്തപ്പന നടപ്പെടുന്നതാണ്. അവന് ഒരു ഈത്തപ്പന മരം അവന് സ്വന്തമായി അള്ളാഹു നട്ടു പിടിപ്പിക്കുന്നതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. വിഷയം സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി. വളരെ വളരെ ഹ്രസ്വമായ രൂപത്തിൽ, വളരെ ലളിതമായ രൂപത്തിൽ നമുക്ക് സ്വർഗത്തിൽ കരസ്ഥമാക്കാൻ സാധിക്കുന്ന പദവികളെ കുറിച്ചൊക്കെയാണ് ഈ ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നത്. മറ്റൊന്ന്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് ചൊല്ലലാണ്. ഹൗഖല എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. സ്വർഗത്തിലെ നിധി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിനെ വിശേഷിപ്പിച്ചു. ഹദീസുകൾ പരിശോധിച്ചു നോക്കിയാൽ, അലാ അദുല്ലുക അലാ കലിമത്തിൻ ഹിയ കൻസുൻ മിൻ കുനൂസിൽ ജന്ന ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. സ്വർഗത്തിലെ നിധികളിൽ ഒരു നിധിയായ ഒരു വാക്ക് ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ? ഏതാണ് ആ വിഷയം? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള അധികാറുകളാണ്. അതാണ് സൂചിപ്പിച്ചത്. ഇത് നിങ്ങൾക്ക് ഈ വിഷയം ഈ സമയത്ത് സൂചിപ്പിക്കുവാനുള്ള കാരണം, നമുക്ക് ഏറ്റവും ഒഴിവ് സമയം ലഭിക്കുന്നത് ഒരുപക്ഷെ റമദാനിന്റെ അവസാനത്തെ ദിനരാത്രങ്ങളിലായിരിക്കും. നമ്മളൊക്കെയും പള്ളികളിൽ വചനം ഇരിക്കുന്നവരാണ്. അതുകൊണ്ട് ഇത് സൂചിപ്പിക്കുന്നു എന്ന് മാത്രം. ഏഴാമതായി, വുളൂഇന് ശേഷമുള്ള പ്രാർത്ഥന. ഒരുപാട് പ്രാർത്ഥനകളിൽ കൂടി ജീവിക്കുന്നവനാണ് ഒരു വിശ്വാസി. രാവിലെ ഉറങ്ങി എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് വരെയുള്ള സമയമൊക്കെയും നമ്മളൊക്കെയും പ്രാർത്ഥനയിലാണ്. വാഹനത്തിൽ കയറുമ്പോഴാവട്ടെ, ബാത്റൂമിൽ പ്രവേശിക്കുമ്പോഴും പുറത്തു വരുമ്പോഴും, പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ പുറത്തു വരുമ്പോൾ, അങ്ങനെ തുടങ്ങിയ ഒട്ടനവധി ആയിരക്കണക്കിന് പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ കൂടി കടന്നു പോകുന്നുണ്ട്. അതൊക്കെയും ഹൃദിസ്ഥമാക്കുവാൻ, മനഃപ്പാടമാക്കുവാൻ, വെറുതെ അറബിയിലുള്ള വാക്കുകൾ മനഃപ്പാടമാക്കുക എന്നതിലപ്പുറത്ത് അതിലടങ്ങിയിരിക്കുന്ന ആശയങ്ങൾ അപഗ്രഥിക്കുവാൻ, മനസ്സിലാക്കുവാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ വർഷം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ നമ്മുടെ മെമ്പറുകളിൽ നിന്നൊക്കെയും പ്രോത്സാഹനം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അതോടൊപ്പം നമ്മുടെ പുരോഹിതന്മാർ, നമ്മുടെ ഖത്തീബുമാർ നമ്മെ ഉപദേശിച്ച വിഷയം ഖുർആൻ തദബ്ബുർ ചെയ്യുവാൻ, ആശയം മനസ്സിലാക്കി അത് അപഗ്രഥിക്കുവാൻ, മനസ്സിലാക്കുവാൻ ഒരു വിശ്വാസിക്ക് എന്ന് സാധിക്കുന്നുവോ അന്നാണ് അയാൾ വിജയം പ്രാപിക്കുന്നത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ചരിത്രത്തിൽ പഠിപ്പിക്കുന്നത്, അദ്ദേഹം സൂറത്തുൽ ബഖറ ഹൃദിസ്ഥമാക്കുവാൻ, പഠിക്കുവാൻ ഏതാണ്ട് 8 വർഷം സമയമെടുത്തു എന്നാണ്. ഒരു സ്വഹാബി സൂറത്തുൽ ബഖറ പഠിക്കുവാൻ 8 വർഷം സമയമെടുത്തു എങ്കിൽ എന്താണ് കാരണം? അന്വേഷിക്കേണ്ടതുണ്ട്. ഇബ്നു ഉമർ അതിന് പറഞ്ഞ മറുപടി, സൂറത്തുൽ ബഖറ അതിന്റെ ആശയം മനസ്സിലാക്കി, അതിനെ അപഗ്രഥിച്ച്, അതിനെ തദബ്ബുർ ചെയ്ത് ചിന്തിച്ച് മനസ്സിലാക്കി ഞാൻ പഠിക്കുവാൻ 8 വർഷം എടുത്തു എന്നുള്ളതാണ്. ഈ രൂപത്തിലാവണം നമ്മൾ ഓരോരുത്തരും. വെറുതെ ഒരു ഖുർആനിന്റെ വായനക്കാരെ നമുക്ക് ആവശ്യമില്ല. അതുപോലെ അദ്കാറുകൾ വെറുതെ നാവുകളിൽ കൂടി ഉച്ചരിക്കുന്ന ആളുകളെയല്ല അള്ളാഹു ഇഷ്ടപ്പെടുന്നതും ഈ രൂപത്തിൽ സ്വർഗം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ പരിഗണിക്കുന്നതും. ഏഴാമത്തെ വിഷയത്തിലേക്ക് വരാം, വുളൂഇന് ശേഷമുള്ള പ്രാർത്ഥന. വുളൂഇന് ശേഷമുള്ള ദിക്ർ 8 കവാടങ്ങളിൽ ഇഷ്ടമുള്ളതിൽ കൂടി ഒരാൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും അത് ഉച്ചരിച്ചാൽ എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. മാ മിൻകും മിൻ അഹദിൻ യതവല്ലഉ ഫയുഹ്സിനുൽ വുളൂഅ ثم يقول حين يقرأ من وضوئه أشهد أن لا إله إلا الله وحده لا شريك له وأن محمدا عبده ورسوله إلا فتحت له أبواب الجنة ثمانية يدخل من أي شاء. ഇഷ്ടമുള്ളതിൽ കൂടി നിങ്ങൾ വുളൂഹ് ചെയ്താൽ, നിങ്ങൾ ഒരാൾ വുളൂഹ് ചെയ്യുന്നു, വുളൂഹിനെ നന്നാക്കുന്നു, വെറുതെ
ഇമാമ് ഇവിടെ കയ്യൊട്ടി അല്ലെങ്കിൽ സലാം കൂട്ടാനിരിക്കുന്ന സമയത്ത് ഓടിച്ചെന്ന് വുളൂ ചെയ്ത്, അതൊക്കെ ഒരു കാട്ടിക്കൂട്ടലല്ല, മറിച്ച് പ്രവാചകൻ പഠിപ്പിച്ച രൂപത്തിൽ വുളൂ ചെയ്ത്, പൂർണ്ണമായ രൂപത്തിൽ വുളൂ ചെയ്ത് അയാൾ ആ വുളൂഹിനെ നന്നാക്കുന്നു. വുളൂഹിൽ നിന്ന് വിരമിച്ച ശേഷം ഈ രൂപത്തിൽ അയാൾ പ്രാർത്ഥന നടത്തുന്നു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ യഥാർത്ഥ ആരാധ്യനായി മറ്റാരുമില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അവൻ ഏകനും യാതൊരു പങ്കുകാരനും ഇല്ലാത്തവനാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, തീർച്ചയായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ദൂതനും ദാസനുമാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അയാൾക്ക് സ്വർഗത്തിൽ 8 കവാടങ്ങൾ തുറക്കപ്പെടും. ഒരൊറ്റ ദുആ കൊണ്ട് 8 കവാടങ്ങൾ തുറക്കപ്പെടുന്നത്. താൻ ഉദ്ദേശിക്കുന്ന കവാടത്തിൽ കൂടി അയാൾക്ക് പ്രവേശിക്കാവുന്നതാണ്. ഒരു നോമ്പുകാരന് പോലും അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നത് സ്വർഗത്തിൽ റയ്യാൻ എന്ന കവാടമാണ്. ഇവിടെ വുളൂഹിന് ശേഷം നടത്തുന്ന ഈ ലഘുവായ ദുആ അത് നമുക്ക് നൽകുന്നത് 8 കവാടങ്ങൾ തുറക്കപ്പെടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നിസ്സാരമല്ല, ഇസ്ലാമിലെ ഓരോ വിഷയങ്ങളും നിസ്സാരമല്ല. വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ഈ കാര്യങ്ങളെ ഗ്രഹിക്കുകയും പഠിക്കുകയും പഠിക്കാൻ വേണ്ടുന്ന സമയത്തെ പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക. വളരെ ഹ്രസ്വമായ ഭാഷണമാണ്. ഉൾക്കൊള്ളാൻ വല്ലതും ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അൽഹംദുലില്ലാഹ്, അത് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. 10 പ്രതീക്ഷയുടെ ദിനങ്ങളാണ്. അത് ഫലപ്രദമായ ദിനങ്ങളാക്കി മാറ്റാൻ നമ്മൾ ഓരോരുത്തരും സന്നദ്ധരാവുക. ഒരു പക്ഷേ ഇതെന്റെ അവസാനത്തെ റമളാനാണ്, അവസാനത്തെ തറാവീഹാണ്, അവസാനത്തെ ഫജ്റാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ആരാധനാ കർമ്മങ്ങളിൽ നിരതരാകുവാൻ വേണ്ടി എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, ഞാനടങ്ങുന്ന നമ്മളൊക്കെയും ശ്രദ്ധിക്കണം എന്നതുകൂടി സൂചിപ്പിക്കുകയാണ്. മരണം വളരെ അടുത്താണ്. അതിനു മുൻപ് നമ്മൾ ഒറ്റപ്പെടുന്ന, നമ്മൾ ഒറ്റക്കാവുന്ന, പരലോകത്ത് എനിക്ക് ഉപകാരപ്പെടുന്ന അമലുകൾ ഏതൊക്കെ രൂപത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചകളും പഠനങ്ങളും ചിന്തകളും സദാ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. നമ്മളൊക്കെയും ഭൗതിക ജീവിതത്തിൽ തിരക്ക് പിടിച്ചവരാ, നെട്ടോട്ടം ഓടുന്നവരാ. അതിന്റെ ഇടയിൽ എന്റെ പരലോകം ഞാൻ തനിച്ചാണ് എന്ന പൂർണ്ണമായ ചിന്തയോടെ അല്ല, ആരും ഉണ്ടാവില്ല. ഭാര്യ ഉണ്ടാവില്ല, മക്കളും ഉണ്ടാവില്ല, കുടുംബക്കാരുണ്ടാവില്ല, സുഹൃത്തുക്കളും ഉണ്ടാവില്ല, പള്ളി കമ്മിറ്റി ഉണ്ടാവില്ല, ആരും ഉണ്ടാവില്ല. നമ്മൾ ഒറ്റക്കാം. ആ ഒറ്റക്ക് കിടക്കേണ്ട ബർസഖിൽ ഖബറിൽ മലക്കുകളുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം പറയാൻ സാധിക്കുന്നവരിൽ ഉൾപ്പെടാനാണ് നമ്മൾ ഈ പ്രയത്നങ്ങളൊക്കെ പരിശ്രമങ്ങളൊക്കെ നടത്തുന്നത്. അതിൻ്റെ ഇടയിൽ പഠനം അത് മറന്നു പോകരുത്. മതപഠനം അത് നമ്മൾ വിസ്മരിക്കരുത്. കിട്ടുന്ന സമയങ്ങളിലൊക്കെയും ഖുർആൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ തദബ്ബുർ ചെയ്യുവാൻ, പ്രവാചകന്റെ ഹദീസുകളുടെ വെളിച്ചത്തിൽ പ്രവാചകൻ സ്വഹീഹായി പഠിപ്പിച്ച വിഷയങ്ങൾ അത് ജീവിതത്തിൽ അദ്കാറുകളും ദുആകളും ജീവിതത്തിൽ കൊണ്ടുവരാൻ നമ്മളൊക്കെയും പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും ആരാധനാ കർമ്മങ്ങളും അതിന്റെ പാകപ്പിഴവുകൾ നികത്തി അള്ളാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ജീവിതത്തിൽ സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും മാറാവ്യാധികളിൽ നിന്നും അള്ളാഹു നമ്മേവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.